ആമീസ് വേൾഡ് 2025 വീണ്ടും ഏവർക്കും സ്വാഗതം. കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഏടായ ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനമാണ് ഇന്ന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള മുദ്രാവാക്യത്തിലൂടെ മാനവികതയ്ക്ക് പുതിയ മാനം നൽകിയ മഹാരഥന്റെ സ്മരണകൾ നമുക്ക് ഊർജം നൽകും. ഇന്നേ ദിവസം ഞാനൊരു ബുക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. PK ബാലകൃഷ്ണൻ രചിച്ച നാരായണ ഗുരു സമാഹാര ഗ്രന്ഥം. ചരിത്ര ഗവേഷകനും പത്രപ്രവർത്തകനും എഴുത്തുകാരനുമാണ് PK ബാലകൃഷ്ണൻ. ദീർഘകാലം കേരള കൗമുദി പത്രാധിപ സമിതി അംഗം, മാധ്യമം ചീഫ് എഡിറ്റർ തുടങ്ങിയ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 8 ഭാഗങ്ങളായി ക്രമപ്പെടുത്തിയിരിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ നാരായണ ഗുരുവിനെ കൂടാതെ 30ഓളം എഴുത്തുകാരുടെ ലേഖന പരമ്പര തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർ E. തേഴ്സ്റ്റൺ, TK മാധവൻ, മഹാകവി കുമാരനാശാൻ, K. അയ്യപ്പൻ, ഡോക്ടർ നടരാജൻ തുടങ്ങി 30ഓളം എഴുത്തുകാർ ഇതിൽ ഉൾപ്പെടുന്നു. അടിയങ്ങൾക്ക് ശ്രീ പത്മനാഭൻ തന്നെ തുണ എന്ന നിലയ്ക്ക് 13,000 ഈഴവർ ഒപ്പിട്ട ഒരു ഭീമഹർജി ഇതിൽ പ്രധാനമാണ്. സ്വന്തം കാലുകൊണ്ട് മുന്നോട്ട് നടന്നേ പറ്റൂ എന്ന മഹാകവി കുമാരനാശാന്റെ ലേഖനം വളരെ ശ്രദ്ധേയമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ അനേകം ലേഖനങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഈ സമാധി ദിനം ഗുരു കലഹിച്ചതിനോടും അകറ്റി നിർത്തിയതിനോടും ചേർത്ത് നിർത്തപ്പെടുന്നു എന്നത് ശ്രീനാരായണ ഗുരു ദർശനങ്ങൾക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. ഗുരു നമ്മുടെ മനസ്സിൽ സമാധിയാകാതിരിക്കട്ടെ. അതിന് ഈ പുസ്തകം ഉതകുമെന്ന് ഞാൻ കരുതുന്നു. വായിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നന്ദി, നമസ്കാരം.